ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊരു റീസ്റ്റാർട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വെച്ചിട്ടാവാം. ഇവിടെ ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 9 o'clock ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് പോകാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ തന്നെ കിച്ചണിൽ ഞാൻ ഓരോ ദിവസവും മോർണിംഗിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ തലേദിവസം കുറേ പ്ലേറ്റ്സും ഗ്ലാസും ടീസ്പൂണും ഒക്കെ ആയിട്ട് ഡിഷ് വാഷറിൽ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ തിരിച്ചെടുത്ത് അതാത് പ്ലേസിൽ വെക്കലാണ്. ഡിഷ് വാഷർ ക്ലീൻ ആയിട്ട് കിടന്നാലാണ് ഇനി വരുന്ന നമ്മൾ യൂസ് ചെയ്ത പ്ലേറ്റ്സൊക്കെ അതിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ആയിട്ട് കിടക്കും. ഇവിടെ സ്വീഡനിൽ ഓൾമോസ്റ്റ് ഈ അപ്പാർട്ട്മെൻറ്റുകളിലും ഈ ഡിഷ് വാഷർ ഉണ്ട്. ഞങ്ങൾ ഈ ന്യൂ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഡിഷ് വാഷർ വന്നത്. പഴയ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾക്ക് ഇന്ന് ദോശ, ചമ്മന്തി, സാമ്പാർ, ചട്നി, കുറച്ച് കാര്യമായിട്ടുള്ള ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ്. നൈനുമാണ് ദോശ ഉണ്ടാക്കണത്. ഞാൻ കുഞ്ഞിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വട്ടത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഷേപ്പിലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും, പരത്തി കൊടുക്കും. അതുപോലെ തന്നെ ഇവള് എന്തൊക്കെയോ ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. പാരമ്പര്യം എന്നല്ലാണ്ട് എന്താ പറയാ. മിക്കി മൗസ് ഇതെന്തോ ഹാർട്ടൊക്കെയാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ അവൾ ഹാർട്ട് എന്ന് വിചാരിച്ച കാരണമാണ് ഓൾമോസ്റ്റ് അത് സർക്കിളായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ സാധാരണ ഇങ്ങനെ ദോശ, ഇഡലിക്കൊക്കെ ഒരുമിച്ച് അരച്ച് വെക്കും. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കാലത്തും വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. മോർണിംഗിൽ മാത്രം കഴിക്കുകയാണെങ്കിൽ 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഇഡലി ഉണ്ടാക്കും, വിത്ത് സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് ദിവസം സാമ്പാർ ഉണ്ടാക്കും, പിറ്റേ ദിവസം ദോശയും സാമ്പാറും ചട്നിയും കൂടിയൊക്കെ. അങ്ങനെ ദിവസം കൂടുന്തോറും കറികളുടെ എണ്ണം കൂടി വരും. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറും ചട്നിയും എല്ലാം ഉണ്ട്, ഒക്കെ കുറേശ്ശേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബ്ലാക്ക് ടീ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നൈനു അവളുടെ കുറച്ച് കാർട്ടൂൺസൊക്കെ കാണാൻ അവിടെ പോയിരുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നൈനു ഞങ്ങളുടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനായി. അപ്പം ഞങ്ങളുടെ ലഞ്ച് ഇന്ന് ചെറിയൊരു കുക്കർ ബിരിയാണിയാണ്. കുറച്ച് പനീറുണ്ട്, അപ്പോൾ ഒരു പനീർ ബിരിയാണി എന്ന് പറയാം. പിന്നെ കുറച്ചിങ്ങനെ ചിക്കൻ്റെ കുറച്ച് പീസ് നമ്മൾ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിക്കനും നമ്മുടെ ഫേവറേറ്റ് ആണ്. ഇത് ചിക്കൻ്റെ കുറച്ചിങ്ങനെ പീസ് നമ്മൾ ഇവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എയർ ഫ്രയർ യൂസ് ചെയ്ത്. നോക്കി ശരിക്കും ഐസാണ്, നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീഴും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്യാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് ഐസായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എവിടെയാണോ വീഴാന്നറിയില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യും വീണ് കഴിഞ്ഞാൽ. നമുക്ക് പേടിയാവും നടക്കാനായിട്ട്. ഇപ്പോൾ ആ പറഞ്ഞ വഴിയിലൊക്കെ അങ്ങനെയായിരുന്നു, ഫുൾ ഐസായിട്ട് കിടക്കണം. റിമൂവ് ചെയ്യല്ലേ. ഈ കൊച്ചിന്റെ വിചാരം 2 സൈഡ് സ്നോ ഷവേഴ്സ് ഇല്ല, അപ്പൊ സമ്മറായിരുന്ന. കാലിനുള്ളിൽ കയറ്റി വെക്കും. എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ പാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. നമ്മൾ 2-3 വട്ടമൊക്കെ ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ളൊരു പാർക്കാണിത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കിഡ്സിനായിട്ട്. ഇപ്പോൾ നൈനുവിൻ്റെ ഒരു ഏജിലുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ചെറിയ കിഡ്സ് ഉണ്ടാവില്ലേ, ഒരു 1 to 4 ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് കളിക്കാനായിട്ട്. അവർക്ക് പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്. പിന്നെ അതേ അമ്മമാർക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ അമ്മമാർക്ക് ഇതൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം. ജോയേട്ടൻ ചോദിക്കുന്ന പോലെ, ഇത് നിനക്ക് കളിക്കാനാണോ കൊച്ചിന് കളിക്കാനാണോ നമ്മൾ ഈ പാർക്കിൽ വരുന്നത്? കൊച്ചിനേലും ഇൻട്രസ്റ്റിലാണ് അമ്മ നിൽക്കുന്നത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്.
ഇവിടെ ഈ പാർക്ക് മാത്രമല്ല, അതിന് തൊട്ടടുത്ത് കുറച്ചിങ്ങനെ ഫാം ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞ് പന്നിക്കുട്ടികൾ, ആട്ടിൻകുട്ടികൾ, പിന്നെ കോഴിക്കുട്ടികൾ, അങ്ങനെ മുയലുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിതും കൂടി ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നമ്മുടെ ചാനലിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ. പിന്നെ കുറച്ച് കോൾഡും ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊരു റൂള് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എന്തെങ്കിലും വാങ്ങാണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറില്ല. പിന്നെ അപ്പോൾ ദേ ഇന്ന് നൈനുവിൻ്റെ ക്യാൻഡി ഷോപ്പിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് പപ്സാണ്. ഇവിടെ ഈ പപ്സിൻ്റെ ഷീറ്റ് നമ്മൾ വാങ്ങണ കാരണം ഭയങ്കര സിമ്പിളാണ് പപ്സ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഈ ഷീറ്റ് ഉണ്ടാക്കലെന്നൊരു പണിയല്ലേ. ഇന്ന് ചിക്കൻ പപ്സാണ്. നമ്മൾ സാധാരണ എഗ് പപ്സാണ് ഉണ്ടാക്കാറ്, ചിക്കൻ പപ്സ് അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇനി ഇന്നത്തെ സ്നാക്സും ഇന്നത്തെ ഡിന്നറും ഒക്കെ ഞങ്ങൾക്ക് പപ്സാണ്. ഞങ്ങൾ അങ്ങനെയാണ് സ്നാക്സ് ഉണ്ടാക്കി പിന്നെ അതന്നെ ഡിന്നർ കഴിക്കും, പിന്നെ വേറെ ഉണ്ടാക്കാറില്ല. പൊന്നു പോവാം. നമ്മൾ സാധാരണ ഈ പപ്സ് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഈ മുകളിലൊന്നും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പപ്സിനൊരു ഷൈനിങ് ഉണ്ടാവും. നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ എഗ്സ് ഉണ്ടായിരുന്നില്ല, അത് കാരണം ചെയ്തില്ല. അപ്പോൾ ഒരു ഷൈനിങ്ങിൻ്റെ കുറവുണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ഷേപ്പിൻ്റെ കുറവുണ്ട്. പക്ഷെ ടേസ്റ്റിനും ആർക്കും ഒരു കുറവില്ല, അല്ലേ ബിജുവേട്ടാ? Ready? 1, 2, 3, start. പെട്ടെന്നാണ് നമ്മൾക്കൊരു കാര്യം ഓർമ്മ വന്നേ. സാറ്റർഡേ നമ്മൾക്കിന്ന് ലോണ്ട്രി ഉണ്ട്. 7 to 10 നമ്മുടെ ലോണ്ട്രി ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ലോണ്ട്രിയിലേക്ക് പോവാണ്. ഒരു നീണ്ട യാത്രയാണ് ലോണ്ട്രി റൂമിലേക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോണ്ട്രിയുടെ ഏരിയ. ഇവിടെ സ്വീഡനിൽ ലോണ്ട്രി റൂമിനെ ട്വെറ്റ്സ്തൂക എന്നാണ് പറയുക. നമുക്കിവിടെ കോമൺ ലോണ്ട്രിയാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾമോസ്റ്റ് അപ്പാർട്ട്മെൻറ്റിലും കോമൺ ലോണ്ട്രി തന്നെയായിരിക്കും. അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയൊന്നുമല്ല, നമുക്ക് കുറേ ദൂരം, ഇപ്പം ഞങ്ങൾ വന്ന പോലെ കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ടാവും. അതെ, നമ്മളിത് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യണത്. സ്മാർട്ട് ടെക്നോളജിയാണ്. നമ്മുടെ ടൈമിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഗ്രീനിന് പകരം റെഡാണ് അവിടെ ലൈറ്റ് വരിക. ഇതാണ് ഞങ്ങളുടെ ലോണ്ട്രി. ഇവിടെ 3 മെഷീൻ ഉണ്ട്, വാഷിംഗ് മെഷീനും 2 ഡ്രയറാണ് ഉള്ളത്. ഇപ്പൊ അതെ ഓൾമോസ്റ്റ് വാഷിംഗ് കഴിഞ്ഞു. ഇതേ ഡ്രയർ ഇപ്പൊ ഞങ്ങളുടെ ബെഡ്ഷീറ്റൊക്കെ എടുക്കണതിൽ ഈ ഡ്രയറും കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഡ്രയർ ഉണ്ട്. നമ്മൾ ഈ ആ കറങ്ങണ അങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്യുന്ന ഡ്രയറിൽ ചില ഷർട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുങ്ങിപ്പോവും. അതൊക്കെ നമ്മൾ ഇവിടെ ഇടാം. ഇതിൽ നിന്ന് നേരെ നമുക്ക് ഷെൽഫിലേക്ക് മടക്കി വെക്കാം കേട്ടോ. ഈ എന്താ ഷെൽഫിലേക്ക് മടക്കി വെക്കേണ്ട രീതിയിലാണ് ഇനി അത് ഡ്രൈ ആയിട്ട് കിട്ടുക. പിന്നെ ഇങ്ങനെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അയേൺ ചെയ്യണ ആ ഒരു കുറച്ച് വെട്ടായിട്ടിരിക്കില്ലേ, നമ്മൾ അയേൺ ഒക്കെ ചെയ്യാൻ ആ ഒരു മോഡലിലൊക്കെ നമുക്ക് ഇതിൽ ഡ്രൈ ചെയ്തെടുക്കാം. ഇതിൽ പറ്റില്ല, ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇവിടുത്തെ ഒരു ഇപ്പൊ ഞാനൊക്കെ നാട്ടിൽ അമ്മയൊക്കെ വന്നപ്പോൾ പറയായിരുന്നു ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെറിയ വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഈ കോമൺ ലോണ്ട്രി തന്നെയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് 1 ടൈം 2 സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഞങ്ങളുടെ ഇവിടുത്തെ അസോസിയേഷനിൽ അങ്ങനെയാണ്. ഓൺലൈൻ മീൻസ് ഈ അസോസിയേഷൻ്റെ സൈറ്റ് ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. 2 ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോന്ന് കഴിയുമ്പോൾ ബുക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ, ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, ചെറുതുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇങ്ങനൊരു കോമൺ ലോണ്ട്രി എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ചില സമയത്തൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം നമുക്ക് എങ്ങനെയും പോകണമെങ്കിൽ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണമല്ലോ പോവാൻ. കാരണം ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറൊക്കെ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്ലോട്ടിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയായിരിക്കും, ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ടിലാണ്. ഒരു ഗുദോമി കൂടെ വരണം ഈ ലോണ്ട്രിയിലേക്ക് പോകാൻ തന്നെ ഒരു ആഘോഷമാണ്.
അപ്പോൾ ഞങ്ങൾ എല്ലാം ഡ്രൈ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ലെറ്റ്സ് ഗോ. ഇത് നമ്മൾ അങ്ങനെ ആഴ്ചയിൽ 2 വട്ടം കഴുകണ കാരണം ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയാലും 3 പേരുടെ ഡ്രസ്സ് ആയാലും ഒരു ലോഡുണ്ടാവും കഴുകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോണ്ട്രി. ഞാൻ എന്നും ഈ ഐക്യയുടെ കവറാണ് എൻ്റെ ലോണ്ട്രി കവർ. ഇത് വലിയ കവറാണല്ലോ, കുറേ ഡ്രസ്സും കൊള്ളും, നല്ല സുഖമാണ് ക്യാരി ചെയ്യാൻ. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ വേറൊരു ലോണ്ട്രിയുടെ കൂടെ തന്നെ വേറൊരു റൂമുണ്ട്. ഇവിടെ നമുക്ക് അയണൊക്കെ ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഈ റൂമിലേക്ക് അധികം വരാറില്ല. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇല്ല, കൂടി എനിക്കറിയില്ല ആ മെഷീനൊക്കെ എന്തിനാണോ നിങ്ങൾ വരാറില്ല ഈ റൂമിലേക്ക്. ലോണ്ട്രി കാണിച്ചപ്പോൾ ഞാൻ അതും കൂടി കാണിക്കുന്നതാണ്. അത് നമുക്ക് അയൺ ചെയ്യാം. അങ്ങനെ അയൺ ചെയ്യാൻ നിൽക്കാറില്ല, വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഇവിടെ ഈ ലോണ്ട്രി യൂസ് ചെയ്യുമ്പോഴുള്ള റൂൾസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോണ്ട്രി യൂസ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ഈ സമയത്ത് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഫ്ലാറ്റിൽ കയറി പോകേണ്ടത്. അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ഈ ലോണ്ട്രി റൂമിൽ നിന്നും ഈ അപ്പാർട്ട്മെന്റിന്റെ പല സ്ഥലത്തേക്ക് നമുക്ക് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോവാം. ഇതൊരു അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. വേരികോടെ പോവാം. അവിടേക്ക് കുറെ വഴിയുണ്ട്. പിന്നെ ഈ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ സ്റ്റോറേജുകളൊക്കെ ഉള്ളത്. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലല്ല, താഴെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വെക്കില്ലേ, ആ സ്റ്റോറേജൊക്കെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ളത്. അതിനും പോവാം. സ്റ്റോറേജിന് സ്വീഡിഷില് ഈ ബേസ്മെന്റിനെ പറയുന്നത് ഷെല്ലറ എന്നാണ് പറയണത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്റ്റോറേജ്. അപ്പൊ ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെന്റിന്റെ സൈഡില് 6 ഫ്ലാറ്റാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് ചെറിയ സ്റ്റോറേജ്. ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഒന്നും കൂടി ഉണ്ട്, വലുത്. ആ സൈഡിൽ പോയിട്ട് നമുക്ക് ഒരു 1 more സ്റ്റോറേജ് ഉണ്ട്. അതൊരു ബിഗ് സ്റ്റോറേജ് ആണ്. അതൊരു ബിഗ് സ്റ്റോറേജാണ്. നമ്മൾ വലിയ പെട്ടികളും നമ്മുടെ സൈക്കിളും ഒക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഈ സൈഡിലുള്ളത് ചെറിയ സ്റ്റോറേജ്. അപ്പം ഞങ്ങളുടെ ഈ സാറ്റർഡേയിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ 3rd ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ദാ ഹോളിക്കോടെ വേസ്റ്റ് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ചെന്ന് വീണോളും. അപ്പോൾ നമുക്ക് ഈസിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.